ഞാനും പണ്ട് ആദ്യമൊക്കെ പ്രസംഗിക്കാൻ ഇറങ്ങിയപ്പോൾ ഈ മേശയൊക്കെ തല്ലി പൊളിക്കുന്ന ജോലിയായിരുന്നു എനിക്ക്. കാരണം ഒരു 10 മിനിറ്റ് കൊണ്ട് ജനം കൈ അടിച്ച് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം മേശയിലൊക്കെ പിടിച്ച് ഇട്ടിച്ച് നമ്മൾ 3 ചാട്ടം ചാടുമ്പോൾ ഇവർ 1 ചാട്ടമെങ്കിലും ചാടാതിരിക്കത്തില്ല. ആ ടൈപ്പായിരുന്നു എന്റെ പ്രസംഗം ആദ്യകാലങ്ങളിൽ. ഈ സംഭവത്തോടു കൂടി എന്റെ തലയിൽ നിന്ന് ഈ സാധനം പോയി. കുമ്പനാട് ദൈവോധനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ 83 ദൈവോധനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ ടി ജി ഉമ്മച്ചനപ്പച്ചനെ ശുശ്രൂഷിക്കുന്നത് ഞാനാ. ടി ജി ഉമ്മച്ചനെ കണ്ടിട്ടുള്ളവർക്കറിയാം. അദ്ദേഹം ഞങ്ങളുടെ പത്തനാപുരത്തുള്ള പിടവൂർ മത്തായി ഉപദേശി എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. പുള്ളി അതുവഴി ഇങ്ങനെ പോവുക, ഇവിടെ വരാന്ന് പറഞ്ഞു. അന്നത്തെ പിതാക്കന്മാരല്ലേ. പുള്ളി ഇങ്ങനെ വിറച്ചോണ്ട വേലി വിറയ്ക്കുന്ന പോലെ വന്നു നിന്നു. അപ്പൊ ഞാനിങ്ങനെ എണ്ണയിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുക. എവിടെ ആയിരുന്നു ചോദിച്ചു. വെൺമണിയിലായിരുന്നു എന്ന് പറഞ്ഞു. വെൺമണിയിൽ കാത്തിരിപ്പയോഗമായിരുന്നു അല്ലയോ? ഓ, അവിടെ ഭയങ്കര ഉണർവായിരുന്നു കേട്ടല്ലോടാ. ഭയങ്കര ഉണർവായിരുന്നു, ഭയങ്കര ഉണർവ്. രാത്രി 12 മണി കഴിഞ്ഞ് യോഗമൊക്കെ തീർന്നപ്പോഴെന്നാ എന്റെ അറിവ്. ശരിയാന്നോ? രാത്രി വളരെ വൈകിയ യോഗം തീർന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു അരയടി പൊങ്ങി. പുള്ളി നടത്തിയ യോഗമല്ലേ. അപ്പൊ അവിടെ കാത്തിരിപ്പ് യോഗം നടന്നെന്നും വലിയ ഉണർവുണ്ടായെന്നും അപ്പച്ചൻ അറിഞ്ഞെങ്കിൽ, ഇന്ത്യ ബന്ധുക്കോസ് ദൈവസഭയുടെ പ്രസിഡന്റ് അറിഞ്ഞെങ്കിൽ ഇവിടെ രക്ഷപ്പെട്ടു. അവസാനം അപ്പച്ചൻ ചോദിച്ചു, അപ്പച്ചൻ പണ്ട് അവിടെ ഇരുന്ന വെൺമണിയിൽ. അപ്പച്ചൻ ചോദിച്ചു, ഡാ ഇങ്ങോട്ട്. അവിടെ ആ ഹോളിന്റെ പടിഞ്ഞാറേപ്പുറത്ത് ഒരുത്തൻ താമസമുണ്ടല്ലോടാ, എന്തോ അവന്റെ പേര് പൊടിയെന്ന്, എന്തോ ഒരു പേര് മറന്നുപോയി. അവനും അവന്റെ ചേട്ടനുമായിട്ടൊരു വസ്തുതർക്കം ഉണ്ടായിരുന്നു. ആ കേസൊക്കെ തീർന്നോന്ന് വല്ലതും അറിയാമോടാ? ഈ പ്രാർത്ഥനയിൽ അവന് വല്ല മാനസാന്തരം ഉണ്ടായി, ഏറ്റുപറയുമല്ലോ. അല്ല, അപ്പൊ അങ്ങനെ ഒരു ഏറ്റുപറച്ചിലും ഒന്നും ഉണ്ടായില്ലെങ്കിൽ നല്ല ഉണർവായിരുന്നു, നല്ല ഉണർവായിരുന്നു. അവിടെ ഈ പൊടി വലിക്കുന്ന ഒരുത്തനുണ്ടായിരുന്നല്ലോടാ, മൂക്കിപ്പൊടി വലിക്കുന്നേ. അവന് ഈ യോഗത്ത് വല്ല അനുതാപം ഉണ്ടായി, വല്ല സമർപ്പണവും വല്ലതും. അപ്പൊ അങ്ങനെ ആരും ദൈവത്തിനെ സമർപ്പിച്ചൊന്നുമില്ലേലും നല്ല ഉണർവായിരുന്നു തോന്നുന്നു. ഇവിടെ എല്ലാവരും ഉണ്ടോ? ഉണർവ്. ഒരു 5-6 കൂട്ടം കാര്യം അപ്പച്ചൻ ചോദിച്ചപ്പോഴെല്ലാം ഞങ്ങളുടെ ഈ മത്തായി പാസ്റ്ററുടെ ശബ്ദം എന്താ, അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഭയങ്കര ഉണർവായിരുന്നു. ഇപ്പോഴും അത് പറയുമ്പോൾ എന്റെ ചങ്ക് ഇരിക്കുന്നുണ്ട്. എന്താ കാര്യം അറിയാമോ? ആ ഇരുന്ന സ്റ്റൂളെന്ന് പുള്ളി ഒരു ചാട്ടം ചാടി. ഈ പച്ചനപ്പച്ചനല്ലേ. പിന്നെ എന്താവാണാ അവിടെ നടന്ന ഉണർവെന്ന് ചോദിച്ചു. ഏതാണ്ട് ഒരു ഇടി വെട്ടിയ പോലെ എനിക്കങ്ങ് തോന്നി. ഞാനിങ്ങനെ സ്ഥലകാലബോധമൊക്കെ വീണ്ടെടുത്തിരിക്കുമ്പോ ഒരുത്തന് മാറ്റം ഉണ്ടായില്ല, മടങ്ങി വന്നില്ല, യഥാസ്ഥാനപ്പെട്ടില്ല, കുറ്റമേറ്റു പറഞ്ഞില്ല, ക്ഷമ ചോദിച്ചില്ല. പിന്നെ രാത്രി മുഴുവൻ നമ്പാർ തന്നെ പൊട്ടിച്ചാണോടാ ഉണർവെന്ന് ചോദിച്ചു. അന്ന് ഈ സാധനം എന്റെ തലേന്ന് പോയതാ. ചേട്ടനെ കളിപ്പിച്ച് വാങ്ങിച്ച വസ്തു എല്ലാം തിരിച്ചു കൊടുക്കുവോ? നിങ്ങളുടെ കാര്യം അല്ലെന്നങ്ങ് ഓർത്തോണ്ടാ മതി. ഉള്ളവർ മനസ്സിലാക്കിയാൽ മതി. ഇല്ലാത്തവരോട് എന്നെ ഇങ്ങനെ ആകപ്പാടെ നോക്കി പേടിപ്പിക്കാതെ. ചേട്ടന്റെ തട്ടിച്ചെടുത്ത 5 സെന്റ് തിരിച്ചു കൊടുക്കുവോന്ന് സ്വതന്ത്രം പറഞ്ഞില്ല. അപ്പനെ പേടിപ്പിച്ച് ഒപ്പിട്ട് വാങ്ങിച്ചാലും തിരിച്ചു കൊടുക്കുവോ? മിണ്ടുന്നില്ല. സ്വോത്രം. അമ്മയുടെ പെൻഷൻ അർഹതപ്പെട്ടവന് കിട്ടാതെ നീ അത് രേഖ തിരുത്തി ഉണ്ടാക്കിയെടുത്തതെല്ലാം കൊടുക്കുവോ? ഉപദേശിനെ കൊങ്ങായിക്ക് പിടിച്ചിട്ട് ഇതുവരെ ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? ഭാര്യയെ തല്ലിയിട്ട് ഇതുവരെ ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? അയൽവക്കക്കാരനോട് വസ്തുതർക്കം ഉണ്ടായി ഇതുവരെ ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? അവന്റെ വീട്ടിലോട്ട് കയറിപ്പോന്ന വഴി അടച്ച് വേലിയിട്ടത് നീ ക്ഷമ ചോദിച്ചോ? ഇതുവരെ പ്രശ്നം പരിഹരിച്ചോ? എന്റെ കർത്താവ് ഇങ്ങനെ എവിടുന്ന് കൊണ്ടുവന്നടാ? ഞങ്ങൾ സ്വർഗത്തിൽ പോകാനായിട്ട് ഇങ്ങനെ കാലം നീട്ടിയിരിക്കുമ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് ഇത് അതിന് മാത്രം എന്തിനാ അറിയുന്നത്? അറിയണം, എനിക്കറിയണം. കയ്യിലിരിപ്പ് മാറിയോന്നറിയാം, എന്നിട്ട് കൈ അടിച്ചാ മതി. സ്വോത്രം പറഞ്ഞില്ല. കയ്യിലിരിപ്പൊക്കെ മാറ്റിയോ? അമ്മയ്ക്ക് വെള്ളം കൊടുക്കാതെ നീയാണ് അർഹതപ്പെട്ടവൻ അമ്മയെ നോക്കേണ്ടത്. അമ്മ എവിടെ കൊണ്ട് കളഞ്ഞു? അമ്മയെ നോക്കിയോ? അപ്പനെ നോക്കിയോ? വെള്ളം കൊടുത്തോ? അമ്മായിയമ്മയെ തല്ലി ഇറക്കിയേച്ച് നീയും ഭർത്താവും പിള്ളേരും കൂടെ ഫ്ലാറ്റിൽ കയറി താമസിച്ചോ? തളയെന്തിയെ? നീ കൈപൊക്കെ ആടാൻ വന്നിരിക്കുകയാണോ? എന്റെ കർത്താവ്, ഞാൻ നിങ്ങളോട് എന്നാ ദോഷം ചെയ്തിട്ടാ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു? സത്യം പറഞ്ഞോണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി പോയോ? കൈ ഉയർത്തുന്നതിന് മുമ്പ്, കൈ മലത്തുന്നതിന് മുമ്പേ ഒന്ന് നോക്കിക്കേ കയ്യിലിരിപ്പ് എന്നാ. അടുത്തിരിക്കുന്നവനെ വിധിക്കാൻ നല്ല മിടുക്കന്മാരല്ലേ നമ്മൾ, മിടുക്കികളല്ലേ? കയ്യിൽ ദ്രോഹമുണ്ടോ? സഹോദരനെ ദ്രോഹിച്ചിട്ടുണ്ടോ? സഹോദരിയെ ദ്രോഹിച്ചിട്ടുണ്ടോ? ഭർത്താവിനെ ദ്രോഹിച്ചിട്ടുണ്ടോ? ഭാര്യയെ ദ്രോഹിച്ചിട്ടുണ്ടോ? അപ്പനെ ദ്രോഹിച്ചിട്ടുണ്ടോ? അമ്മയെ ദ്രോഹിച്ചിട്ടുണ്ടോ? ദൈവദാസന്മാരെ ദ്രോഹിച്ചിട്ടുണ്ടോ? എളിയവനെ ദ്രോഹിച്ചിട്ടുണ്ടോ? ദ്രോഹമുണ്ടെങ്കിൽ നീ അവയെ അകറ്റണം.